നമ്മൾ കഴിഞ്ഞ കളിയിൽ പറഞ്ഞില്ല അതിൻ്റെ ബാക്കി കളിക്കുകയാണെന്ന്. അതാണ് കേട്ടോ ഗൈസ് ഈ കളി. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഷാബിൽ ഒഫീഷ്യലാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ ഗൈസ് ഇനി ആരും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ കേട്ടോ ഗൈസ്. ഗൈസ് ഒന്നും നോക്കിയില്ല. ഇക്കളിമടിയും തോറ്റ ഞാൻ ഈ പരിപാടി നിർത്തും എന്ന് ഞാൻ പറയുന്നില്ല. ഇക്കളി നമുക്ക് എങ്ങനെയും പിടിക്കണം. പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയും തോൽക്കും. അതുകൊണ്ട് അവർക്ക് 2-0 പിടിക്കണം. നമുക്കൊരു ഇതെന്താ ഗൈസ്, ഫോൺ ഫുള്ള് ഹാങ് ഫുള്ള് ഫോൺ എന്തൊട്ടാടേ ഇങ്ങനെയൊക്കെ. ഓക്കെ നമ്മൾ നല്ല സ്കില്ലൊക്കെ ഇട്ട് നല്ല സ്കില്ലൊക്കെ പഠിച്ചങ്ങ് വരുമ്പോൾ ചാടി അങ്ങ് കുത്തുന്നു. അത്യാവശ്യം നമ്മൾ സ്കില്ലൊക്കെ പഠിച്ച് കളിയൊക്കെ പഠിച്ച് വരുന്നുള്ളൂ. അക്കൗണ്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കുറച്ച് കുന്തളിപ്പാണ് കയറിപ്പോൾ ഈ ഗൈസിൽ. എന്താണ് അവൻ്റെ പാസൊക്കെ നമ്മൾ കണ്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാസം കണ്ടോ വീട്ടിലാണ് പഠിക്കുന്നത്. പാട്ട് എനിക്ക് വലിയ കലാകാരനൊന്നുമല്ല, ഞാൻ ചെറുങ്ങനൊക്കെ പാടും. ക്ലാസ്സിൽ പഠിപ്പിച്ച മാസം എന്താണ് വീട്ടിൽ പോസ്റ്റൊക്കെ പണ്ടുണ്ട് ഗൈസ്. കറക്റ്റാണ്. അയച്ചില്ല എന്നാൽ ഇതിലെ കീപ്പർ ആദ്യം എങ്ങനെയും തളർക്കണം ഗൈസ്. നമ്മൾ ലിയോണൽ മെസ്സി ഒരു ചുത്തണ് കുത്തി പുറത്താണ് ഗൈസ്. ലിയോണലിന് ആരാ കഴിവില്ല പറഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ മെസ്സി ഫാനാട്ടോ ഗൈസ്. ഭയങ്കര മെസ്സിൻ്റെ കളിയൊക്കെ കണ്ട മോനെ, ബാർസത്തെ കളിയൊക്കെ കണ്ട സെറ്റി കളിയാണ് ഗൈസ്. പന്ത് കിട്ടിയൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. 10ാം ക്ലാസ് കൊണ്ടുപോയിട്ടില്ല. പന്ത് എനിക്ക് കിട്ടി. ഇവിടെ പൊട്ട പുറത്ത് കടിച്ചടേ. ക്ലാസ്സിൽ പഠിപ്പിച്ച മാഷ് കൊണ്ടുപോയിട്ട് എടാ മഡൂസേ എറണാണ്ടോ പോസ്റ്റിലേക്ക് ഒരു മിന്നൽ. ബാക്കി നിങ്ങൾക്ക് അറിയില്ല, അറിഞ്ഞ് നിങ്ങൾ പഠിക്കണ്ടോ കാണുമ്പോൾ. അങ്ങനെ മെസ്സി ഷോട്ട് ഗൈസ്. ഗോളുകൾ കണ്ടില്ലല്ലോ പക്ഷെ ഗോളല്ല, അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഗൈസ് കുഞ്ഞിമാനൂനെ ഇതോ ഗൈസ് കൊണ്ടുപോകും. കണ്ടോ ഗൈസ്, നമ്മൾ സെലിബ്രേഷൻ ഒന്നും ഇട്ടിട്ടില്ല. പോലെ വരവണ കണ്ടതും ഗോൾട്ടേ പോകുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ കളി കഴിഞ്ഞ് നിങ്ങൾ വിചാരിച്ചു, പക്ഷെ വിചാരിച്ചാൽ പാടില്ല, ഹാഫ് ടൈം ആയിട്ടുള്ളൂ. എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വിചാരിച്ചാൽ ഗൈസ്? പന്ത് നമ്മളാണ് അനക്കിലെ ഒരു 1.5 അനക്കൽ. ഇനി ഇത് ഗോൾ ഇട്ടിട്ടേ വരുള്ളൂ എന്നുള്ള വാശി നമുക്കില്ല. എന്താണ് എനിക്ക് നേരത്തെ നമുക്ക് യെല്ലോയെ കിട്ടിയിട്ടുള്ളൂ, ഇനി റെഡ് കിട്ടിയിട്ടുണ്ട് നേരത്തെ. ഞാൻ അതിൻ്റെ മേലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ മറക്കണ്ട. ലെഫ്റ്റ് ഉണ്ടാവാം, ലെഫ്റ്റ് നമുക്ക് യെല്ലോയോട് തന്നതുകൊണ്ടേ
ഓൻ്റെ ടീമിനല്ലോ കടൊന്നും കൊടുക്കാതെ നമുക്ക് മാത്രം തന്നിട്ടോ ഗൈസ്. എന്താണ് അങ്ങനെ കായ ഗൈസ്? മെസ്സിൻ്റെ ഒരു കീഴ്ണ ചോട്ട കളപ്പാട്ടി സേവ് ചെയ്തിട്ട് ഗൈസ്. ഗൈസ് അടിച്ചത് പോകാറുള്ളത്. അപ്പോൾ ഗൈസ് ഒന്നുമില്ല, നമ്മൾ നേരെ ഒന്ന് അടിച്ചെടുത്ത് ഗൈസ്. എന്താണ് ഇവൻക്കൊക്കെ ഇത്ര കണ്ണപ്പടി ഗൈസ്? നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊടുക്കും ഗൈസ്. ഇവൻ ഇങ്ങനെ എടുത്ത് അവൻ കൊടുക്കും. വിശ്വാസമായിട്ട് നമ്മളൊന്നാണ് പോസ്റ്റുകൾ കയറി ചെന്നപ്പോൾ എന്തൊക്കെയാണ് ഹാങ് ആവൽ ഫോൺ ഗൈസ്. നമ്മൾ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, അത് മുച്ചിൻ്റെ അനിയത്തിയാണ്, വേറെ ആരുമൊന്നുമില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ കളിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളിക്കണേ? കളി കഴിഞ്ഞിട്ടാണ് വിളിക്കില്ലേ? ഇതാണ് ഗൈസ്. ഞങ്ങൾ എപ്പോൾ ഫോൺ എടുത്താലും ഓരോരുത്തരായി വിളിക്കും. ഫോണിന് സൈലൻ്റ് ആക്കിയെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്, തോന്നുന്നു. അപ്പം ഈടാ ഇവനിൻ്റെ ഞാനാ പറഞ്ഞു ഗൈസ്, ഇവൻ പോസ്റ്റിക്കണം എത്തൂല പന്ത്. ഞാൻ എന്ത് പറഞ്ഞേ? ഞാൻ കൊല്ലും. റെഡ് വിശ്വാസപ്പെടുത്തുന്നു ഗൈസ്. ഇതായി പന്ത് കണ്ടോ? എങ്ങനെ പോയാലും ഇന്ത്യ അടുത്തേക്ക് തന്നെ എന്തൊരു നല്ല പന്ത്. ഒരു ഹാരമില്ല കേട്ടോ ഗൈസ് വില കൂടെ കളിക്കാൻ. അവർ ഗോൾ ഇടുന്നില്ല, പിന്നെ ഞാനിടണം ഗോളൊക്കെ. അതാണ് മക്കളെ മിന്നൽ ഷോട്ട്. അപ്പോൾ ഗൈസ് പന്ത് എങ്ങോട്ടോ പോയി, അതിൻ്റെ പിന്നാലെ ചെറുക്കനും പോകാൻ നേരെ കീപ്പറിനാണ് ഇട്ടു. കീപ്പർ നേരെ നമ്മളെ ചെങ്ങായിക്ക് വിട്ട് കൊടുത്തു. ചെങ്ങായി നേരെ പോയി പന്ത് കൊടുത്ത് ചെങ്ങായി ഗൈസ്. വിളിക്കണേ നമ്മൾ കളിക്കല്ലേ ഗൈസ്? വീണ്ടും വിളിക്കണ്ടേ? എന്താണാവോ? ആരെങ്കിലും ചത്തോ? 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ മാഷേ എൻ്റെ വീട്ടിലെൻ്റെ കെട്ടിക്കണ പോർസ് കളി ഇങ്ങനെ തുടങ്ങുന്നു. വിളിക്കുകയാണെങ്കിൽ രണ്ട് തേറിയാണ് പറഞ്ഞ കോളാണ് കേട്ടോ. കേട്ടോ മെസ്സി, നിനക്കൊന്നും കഴിവുണ്ട് ഞാൻ പറയുന്നില്ല. മെസ്സിയൊക്കെയാണ് ഗൈസ് കഴിവ് പറയും. ഗൈസ് മെസ്സിന് ഇഷ്ടം, നെയ്മറിന് ഇഷ്ടം ഗൈസ്. 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാഷേ കണ്ടോ വീട്ടിലുണ്ട്. ഗൈസ് ചെങ്ങൈമാരൊന്നും കയറി തരുന്നില്ല, കയറാത്തോണ്ടാണ് ഗൈസ്. നമുക്ക് കയറാൻ പിടിക്കുന്നുണ്ടല്ലോ, നമുക്ക് പിടിക്കല്ലോ. അപ്പം എന്തോ തന്നു തോൽക്കണം, ബാക്കടിച്ച് പോയിക്കൂടെ. എന്തായാലും തോൽക്കണം മനസ്സിലായി. ഈ സ്കോർ മിക്കവാറും ഗൈസ് ഞാൻ പറയട്ടെ ഒരു ഉദാഹരണം, 1-0 ആവാനാണ് സ്കോർ ചാൻസ്. ഇത്രയുള്ളൂ. നമുക്കുണ്ടോ പേടി? അതൊക്കെ 1ാം ക്ലാസ് 1ാം ക്ലാസ് മെസ്സിൻ്റെ എല്ലാവർക്കും ടാറ്റാക്കണ്ടേ? ഒരു കളി മടി കളിച്ചാൽ മറ്റേ കിട്ടും. നമുക്ക് നാളെ കളിക്കാം. നോക്കില്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാ കുട്ടികൾക്കും പറയാനായിട്ടില്ല. റെഡ് കാർഡ് കിട്ടിയവരുണ്ടായിരുന്നു. എനിക്കാണ് കൈസപ്പോൾ റെഡ് കാർഡ് കിട്ടിയത്. ഫോനെ ഇറക്കിയിട്ടുണ്ട്, പിന്നെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇത് ഇവിടല്ലേ എല്ലാം പറയാ. എന്തോ താക്കരാറുണ്ട്. ടീം പിള്ളേരൊക്കെ നല്ല ടീമാണ്. 94
ഇപ്പോഴാണ് എൻ്റെ ഗെയിമിന് റിപ്പോർട്ട്. അപ്പോൾ അടുത്ത വീഡിയോ